fingerprints still on my skin. Backseat taxi sinking in. Ice cold window, rain and wind. Eyes closed, wet clothes, let it in. Heard your laugh on my TV. Past your വന്ദനമേശുപരാ നിനക്കെന്നും വന്ദനമേശുപരാ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവാ ഇന്നു നിൻ സന്നിധിയിൽ അടിയാർക്കു വന്നു ചേരുവതിനായി നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ നിന്നുന്നതമാ കൃപയ്ക്കഭിവന്ദനം ചെയ്തിടുന്നേ ഉള്ള പദവിയെ പുഴുക്കൾ കരുള വാർത്തത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ വാർത്തത ഏതുമില്ല നിന്റെ കൃപ എത്ര വിചിത്രമഹോ നീയൊഴികെ ഞങ്ങൾക്കു സുരലോകെ ആരുള്ളു ജീവനാഥ നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനെ നീയൊഴികെ ഈഹത്തിൽ മറ്റാരുമില്ലാഗ്രഹിപ്പാൻ പരനെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാറവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ശാന്തവും മനോഹരമായ ദിവസത്തിൻ്റെ ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവനാമത്തിന് സ്തുതിയും സ്തോത്രവും മഹത്വം അർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവം ഈ കുടുംബത്തിൻ്റെ നാഥനായി പരിപാലകനായി കൂടെ വസിക്കുകയും ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഇന്നയോളം നൽകി പരിപാലിക്കുകയും ചെയ്തതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഭവനത്തിലെ പ്രിയ മക്കളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം. അവരുടെ മൂത്തമകൻ അജിത്തിനായി പ്രാർത്ഥിക്കുന്നു. അജിത്തിൻ്റെ വിവാഹം ഇന്ന് വിശുദ്ധാലയത്തിൽ വെച്ച് വിവാഹാരാധനയിലൂടെ നടക്കുകയാണ്. കാരുണ്യവാനായ ദൈവമേ, ഇവരെ അനുഗ്രഹിക്കണമേ. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് അടിയങ്ങൾ യാത്ര പുറപ്പെടുന്നു. ഞങ്ങളുടെ യാത്രയിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ദൈവാനുഗ്രഹത്തോടും വളരെ മംഗളകരമായി നടക്കുവാൻ അങ്ങ് സഹായിക്കണം. ഈ വിവാഹത്തിനായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അതിഥികളും ബന്ധുക്കളും പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് വളരെ മംഗളകരമായി അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എല്ലാ തടസ്സങ്ങളും പ്രതികൂലതകളും പൂർണ്ണമായി നീങ്ങിപ്പോകുവാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയും കൃപയും പകരണം. ദൈവാനുഗ്രഹമില്ലാതെ ഞങ്ങൾക്ക് ഈ ലോകത്ത് യാതൊരു കാര്യവും ഭംഗിയായി ഉചിതമായി ചെയ്യാൻ കഴിയുകയില്ലല്ലോ. ദൈവമേ, വിവാഹവും നിശ്ചയിക്കപ്പെട്ട ആ നാൾ മുതൽ ഇന്നയോളം പ്രാർത്ഥനയോടെ അവർ ചെയ്ത എല്ലാ കാര്യാദികളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടെയിരുന്നല്ലോ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ, ഇവിടെ കൊണ്ടുപോകാനായി എടുത്തു വച്ചിരിക്കുന്ന ഈ വിവാഹ വസ്ത്രവും കെട്ടുതാലിയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരുടെ ഇന്നു മുതൽ ആരംഭിക്കുന്ന ദാമ്പത്തിക ജീവിതം വളരെ കെട്ടുറപ്പുള്ളതും ദൈവാനുഗ്രഹം നിറഞ്ഞതും കർത്താവിന് മഹത്വകരമായി തീരേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. പ്രിയ മാതാപിതാക്കൾക്കായി ദൈവമേ, സഹോദരങ്ങൾക്കായി ബന്ധുമിത്രാദികൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് നടത്തണം. ആനോ മഹത്വം എല്ലാം
യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ആൾക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷ കടത്താ സൗലഭ്യം വിടുകണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ നിരന്തര സംസർഗവും ഉണ്ടായിരുന്നു നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്നത്തെ വിവാഹ ശുശ്രൂഷയോടും എല്ലായ്പ്പോഴും ധൈര്യമാറാകട്ടെ. ആമേൻ. On every street, made too much for only me. Trace your face from memory. You're the shiver down my spine. You're the postcard in my mind. You're every place I'll never see. No, don't make me wake up from this dream. When you are close, I can feel something inside falling so still. All of the noise just gives way. Inside our heads, we're so far away. And you take me to some other place when you hold me. And you are living proof. Some other place when you hold me. Turned off the lights from the hall. We laid out
outside in the snow fall. 20 degrees with no coat was the warmest I'd felt, and I don't know. And you take me to some other place when you're home. And you are living proof of some other place when you're home. ഷൈനി, അജിത് എന്നീ വധൂവരന്മാരെ ആശംസിക്കുവാനും പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും പോകുന്ന പ്രിയ ബന്ധുക്കളെ, സ്നേഹിതരെ, എല്ലാവരെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നതിന് അതിയായ സന്തോഷമുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് എന്നോടൊപ്പം നേതൃത്വം നൽകുന്നത് ഡേവിഡ് സിംഗ് അച്ഛൻ, കുരിശുകുട്ടം സെൽവരാജൻ, KP സുരേഷ് കുമാർ അച്ഛൻ, ശ്രീ ആൽബർട്ട് സുവിശേഷകർ, വിജയാകവൻ എന്നിവരാണ്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് മനോഹരമായ ഗാനങ്ങൾ ആരംഭിച്ച് ഒരു ആത്മീയ അന്തരീക്ഷം ആലയത്തിൽ സൃഷ്ടിക്കുന്നത് കണ്ണമ്പുല CSI സഭയുടെ ഗായക സംഘങ്ങളാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റവാക്കി കണ്ണമ്പുല CSI സഭയുടെ പേരിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഏറ്റവും പരിപാവനമാണ്, ദൈവിക ഹിതത്താൽ നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ്. ആയതിനാൽ ഏവരും ശാന്തിയോടും പരസ്പര സംസാരമില്ലാതെ സമാധാന അന്തരീക്ഷത്തിൽ ആലയത്തിലിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കട്ടെ. ഈ ആരാധന ആരംഭിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ ആലയത്തിന് പുറത്തു പോകാനായിട്ട് പാടില്ല, ഇടയ്ക്ക് ഇറങ്ങി പോകാനായിട്ട് പാടില്ല. പാദരക്ഷകൾ എല്ലാവരും സഭയ്ക്ക് വെളിയിൽ സൂക്ഷിക്കേണ്ടതാണ്. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നവർ ദയവായിട്ട് അതിനെ സൈലന്റ് മോഡിൽ വയ്ക്കുകയോ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് നിശ്ചയിച്ചിട്ടുള്ളതായ സ്ഥലം, ആ സ്ഥലത്ത് നിന്ന് മാത്രം നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുക. അവസാനം വചന ശുശ്രൂഷ തീർന്ന് അവസാന പാട്ട് പാടുമ്പോൾ മാത്രമേ നിങ്ങൾ സഭയിലേക്ക് പോയി അങ്ങോട്ട് പോയി ഓഡിയൻസിന്റെ ഫോട്ടോ എടുക്കുവാൻ പാടുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും എഴുന്നേറ്റ് നിന്നു പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ആരംഭിക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാരുടെയും അമ്മമാരുടെയും ദൈവമായ കർത്താവേ, അങ്ങയിലാവുന്നു ഞങ്ങൾ വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങയുടെ എല്ലാ നന്മകൾക്കായും അന്ന് നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മനുഷ്യബന്ധങ്ങൾക്കായും പ്രത്യേകിച്ച് വിവാഹം എന്ന വിശുദ്ധ അവസ്ഥയ്ക്കായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുന്ന് വിവാഹത്തിലൂടെ നിയമശരിക്കുന്ന വിശുദ്ധിക്കായും പാവനമായ സ്നേഹമെന്ന അനുഗ്രഹത്തിനായും സകല സന്തോഷത്തിൻ്റെയും ദാതാവായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അവിടുത്തെ ദാസരായ അജിത്തിനെയും ഷൈനിയെയും അവിടുന്ന് ഒരുമിച്ച് കൂട്ടിവരുത്തിയിരിക്കുകയാൽ സ്തോത്രം. പാവനവും നിത്യവുമായ ബന്ധത്തിലൂടെ അവർ ഒന്നായി ചേരാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ഒരന്യോന്യം വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാനുള്ള കൃപ പകരണമേ. ദൈവം നൽകുന്ന ആയുസിൻ്റെ ഓരോ നാളും കൂട്ടായ്മയിൽ വസിപ്പാൻ കൃപ നൽകണമേ. അവിടുത്തെ സഹായം കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അജിത്തിൻ്റെയും ഷൈനിയുടെ മേൽ അവിടുത്തെ ആത്മാവിനെ പകരുകയും സ്നേഹത്തിലും ഐക്യത്തിലും ഇവർ നിലനിൽക്കാൻ കൃപ നൽകുകയും ചെയ്യണമേ. ദൈവാശ്രയത്തോടെ അവിടുത്തെ സ്നേഹത്തിൻ്റെ പരിപാലനത്തിൽ ആശ്രയിപ്പാൻ കഴിവ് നൽകണമേ. അവിടുത്തെ കൃപ കൊണ്ട് എല്ലാവരെയും കൂട്ടായ്മയിൽ കാത്തുകൊള്ളണമേ. ഈശ്വരക്ഷിതാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നിൽക്കുമ്പോൾ തന്നെ പാട്ടുഷീറ്റിലെ ഒന്നാമത്തെ പാട്ട്. The voice that brings glory, that you have not passed away. Still in
the purest portion of Christian man and me. The Holy Prayer with us, the threefold grace seasons. Be present with us, be present, oh spread thy glory upon my place. When onward to thy altar, the hallowed path betrays. To cast and crowns before thee in perfect sacrifice. To do the hope of gladness with Christ, oh Christ in us. വിചാരണയാൽ ഈ ദാസരെ മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കഴിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കഴിവുള്ള ദൈവമേ. കാനാവിൽ മഴ വന്ന് മംഗളങ്ങളിച്ചു അന്തരസവിഞ്ഞുണ്ടാക്കി എന്ന പോലെ നേരം വന്നു ഇന്നി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കഴിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കഴിവുള്ള ദൈവമേ. ആണും പെണ്ണും ആയി നിർമ്മിച്ച ീവാരം നാലു മൂലച്ച ഒരു ദേവ നീതി പാലിച്ചു പാലിച്ചോ ഇന്നി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കഴിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കഴിവുള്ള ഉത്തമ സ്ത്രീയായ ബാലയെ തെരഞ്ഞ ഹൃദയവാരൻ സീതവേലനെ ഗുണകുളർന്ന പോലെ ഈ വീടയുന്തി ചേർത്തരുൾ കല്യാണമാലയെ. കല്യാണവാളൻ താലി ഉള്ള മാണവാട്ടിയുമായി കല്യമോദം ചേർന്നു സൂക്കി നല്ല പേടി നീടുവാൻ ഇന്നി മംഗളം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കഴിവുള്ള ദൈവമേ. കരുണ ചെയ്യുക എന്നും കഴിവുള്ള ദൈവമേ. സത്യസഭയ്ക്കനുകൂലമേ സുന്ദരി സഭ ഉത്തമനമണവാളനേ. ചിത്രനാഥനന്ദനേ വാഴുന്നതും അഗ്രദേവൻ യേശുപാലനേ. സുഖിച്ചു പുത്രഭാഗ്യമോട് പാപ മുക്തിയും
മംഗളം ശ്രമിക്കുവാൻ കരുണ ചെയ്യുക എന്നും താനീയുള്ള ദൈവമേ കരുണ ചെയ്യുക എന്നും താനീയുള്ള ദൈവമേ. മലയാളമായ മോതിരം കൈമാറ്റൽ ചടങ്ങിനെയും ഓർത്തുകൊണ്ട് അജിത് ഷൈനിക്കായി നൽകുന്ന താലി, അതോടൊപ്പം തന്നെ തുടർന്നുള്ളതായ വസ്ത്രം എന്നിവ കൈമാറുന്നതിലേക്കുള്ള ചടങ്ങിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ താലി, മോതിരങ്ങൾ, അതോടൊപ്പം തന്നെ ഈ സാരി ഏറ്റവും അനുഗ്രഹപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. തലമുറക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ താലിയെയും മോതിരങ്ങളെയും ഈ സാരിയെയും അങ്ങ് വാഴ്ത്തണമേ. ഇത് കൊടുക്കുന്ന അങ്ങയുടെ മകനും സ്വീകരിക്കുന്ന അങ്ങയുടെ മക്കളും അന്യോന്യം വിശ്വസ്തയിൽ വസിക്കേണ്ടതിനും അവരുടെ ജീവകാലമൊക്കെ മറ്റുപോകാത്ത സ്നേഹത്തെ നിലനിൽക്കേണ്ടതിനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപയരുണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അജിത്തും ഷൈനിയും എഴുന്നേറ്റ് നിൽക്കുക. അജിത്ത് പറയേണ്ടത്, ഷൈനി എന്ന ഈ സ്ത്രീയെ നീ നിന്റെ ഭാര്യയായി കൈക്കൊണ്ട് അവളോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവളെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭർത്താവായിരിക്കുമോ? ദൈവസഹായത്താൽ ഷൈനി പറയേണ്ടത്, അജിത്ത് എന്ന ഈ പുരുഷനെ നീ നിന്റെ ഭർത്താവായി കൈക്കൊണ്ട് അവനോട് മാത്രം ചേർന്നിരിക്കുമോ? നീ ഇവനെ സ്നേഹിച്ച് ആദരിച്ച് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വിശ്വസ്തതയുള്ള ഭാര്യയായിരിക്കുമോ? ദൈവസഹായത്താൽ ഞാൻ അങ്ങനെ ചെയ്യും. പിതാവ് മുന്നോട്ട് വന്ന് കരം പിടിച്ച് നൽകേണ്ടതാണ്. അജിത് പറയുന്നത് മറിക്കും. അജിത് ആകുന്ന ഞാൻ അജിത്ത് ആകുന്ന ഞാൻ ഷൈനി ആകുന്ന നിങ്ങളെ ഷൈനി ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ദൈവത്തിന്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എന്റെ ഭാര്യയായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ഷൈനി പറയാം. ഷൈനി ആകുന്ന ഞാൻ അജിത്ത് ആകുന്ന നിങ്ങളെ ഇന്നു മുതൽ നന്മയിലും തിന്മയിലും സമ്പത്തിലും ദരിദ്രതയിലും
ദീനത്തിലും സുഖത്തിലും മരണം നമ്മെ വേർതിരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ വിശുദ്ധ നിയമപ്രകാരം സ്നേഹിപ്പാനും രക്ഷിപ്പാനും അനുസരിപ്പാനും എൻ്റെ ഭർത്താവായി ഏറ്റുകൊള്ളുന്നു. അതിന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യുന്നു. ദൈവം നിങ്ങളുടെ പ്രതിജ്ഞകൾ കേട്ടിരിക്കുന്നു, അതിന് ഞങ്ങൾ സാക്ഷികളും ആകുന്നു. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തില് ഈ താലിയെയും മന്ത്രക്കൊടിയെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ദമ്പതികൾക്ക് ആശീർവാദം ഏകിടണേ. ഭാഗ്യവാൻ ഭാഗ്യവാൻ ദൈവം സംയോജിപ്പിച്ചതായി. ഭാഗ്യവാൻ ഭാഗ്യവാൻ ദൈവം സംയോജിപ്പിച്ചതായി. ഭാഗ്യവാൻ ഭാഗ്യവാൻ ദൈവം സംയോജിപ്പിച്ചതായി. അജിത് പറയുക. നിത്യമായ വിശ്വസ്തതയുടെയും നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ താലി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. ശൈലി പറയുക. നിത്യമായ വിശ്വസ്തയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിന്റെയും അടയാളമായി ഈ താലി ഞാൻ സ്വീകരിക്കുന്നു. എന്റെ ശരീരം കൊണ്ട് ഞാൻ നിങ്ങളെ മാനിക്കുന്നു. എന്റെ ഇഹലോക സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഉറക്കെ പറയുക. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. അജിത്, ഷൈനി ഇവർ തമ്മിൽ ദൈവത്തിന്റെ സന്നിധിയിലും ഈ സഭായോഗത്തിന് മുമ്പാകെയും പരസ്പരം ഉടമ്പടി ചെയ്തതുകൊണ്ട് ദൈവത്തിന്റെ നിയമപ്രകാരം ഈ രാജ്യത്തിന്റെ നിയമമനുസരിച്ചും ഇവരിപ്പോൾ ഭർത്താവും ഭാര്യയുമായിരിക്കുന്നുവെന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തുന്നു. ആമീൻ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തവരെ ആരും വേർതിരിക്കരുത്. ഓക്കെ, ഈ സമയത്ത് മന്ത്രക്കോടി ധരിക്കാനുള്ള സമയമാണ്. നമുക്ക് പ്രിയ മക്കൾക്കായി പ്രാർത്ഥിക്കാം. രണ്ടുപേരും മുട്ടുകുത്തുക. ആ കുഷനിൽ മുട്ടുകുത്തും. നമുക്ക് അജിത്, ഷൈനി എന്നീ മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന്റെ അത്ഭുതമേയ കരത്താല് പ്രിയമക്കളെ ഇതുവരെയും പോറ്റി പുലർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഭൗതികമായി പ്രിയമക്കളുടെ വളർച്ചയിൽ മാതാപിതാക്കൾ സഹായിച്ചു. മാതാപിതാക്കളുടെ അധ്വാനം മൂലം പ്രിയമക്കളെ ഉന്നതങ്ങളിലേക്ക് നയിക്കുവാൻ സാധിച്ചു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ചു.
വിവാദപ്രായത്തോളം പ്രിയമക്കളെ ദൈവം അത്ഭുതകരമായി കാത്തു സൂക്ഷിച്ചു. സഭകളിൽ നിന്ന് ലഭിച്ചതായ വേദ പഠനം, അത് നേതൃത്വം നൽകിയ സഭാ ശുശ്രൂഷകന്മാർ, സഭയിലെ വ്യത്യസ്തമായ സംഘടനകൾ, അവരെ നമുക്ക് ഓർക്കാം. പൊതുവിദ്യാഭ്യാസം നൽകിയ എല്ലാ അധ്യാപകരെയും ഗുരുനാഥന്മാരെയും ഈ സമയം ഓർക്കാം. സർവത്തിനും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ ഗാനമായ ഓ പെർഫെക്റ്റ് ലവ് ഓൾ ഹ്യൂമൻ തോട്ട്സ് ട്രാൻസെൻഡിങ് എന്ന ഗാനം ഗായക സംഘത്തോടൊപ്പം ഏറ്റുപാടാം. Perfect love, no living near you, prayer before I know. Oh, now forevermore goes perfect life be, thou therefore assurance of temporary and steadfast faith, of patient hope and thy light grass that fears no pain, no grant the joy which brightens every sorrow, grant them the peace which calms all earthly strife, and to life's great and glorious unknown sorrow, and on some eternal love and വഴിമാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയുമുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അജിത് ആർ, ഷൈനി എസ് എന്നീ ദാസരുടെ മേല് അങ്ങയുടെ അനുഗ്രഹം അയക്കണമേ. ഇവർ തമ്മിൽ ചെയ്ത വാഗ്ദത്തങ്ങളും ഉടമ്പടികളും നിശ്ചയമായി പ്രമാണിച്ച് പൂർണ്ണ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ എപ്പോഴും ഒരുമിച്ച് പാർത്ത് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ആശീർവാദം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കട്ടെ. കർത്താവ് തന്റെ കരുണ കൊണ്ട് കൃപയോട് നിങ്ങളെ കടാക്ഷിച്ച് പരലോകത്ത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകുവാൻ തക്കവണ്ണം ഇഹലോകത്തിൽ നിങ്ങൾ തമ്മിൽ അനുകൂലമായി പാർക്കേണ്ടതിന് നിങ്ങളുടെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും കൃപ കൊണ്ടും നിറയ്ക്കുമാറാകണമേ. ആമേൻ. ഈ സമയത്ത് ഇന്ന് നിൽക്കുന്നതായ ദൈവവചനം നമുക്ക് രണ്ടുപേരും ചേർന്ന് ബൈബിൾ പിടിക്കുക, അത് ശ്രദ്ധിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ലഭിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല.
സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവവചനമാണ് നാം ശ്രമിച്ചത്. ക്രിസ്തുവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. രക്ഷാപുരി സഭയുടെ വികാരി റവറൻ ലിവിങ്സ്റ്റൺ സിംഗ് അച്ഛനാണ്. അച്ഛനെ ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യനായ ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛൻ, വേദിയിലായിരിക്കുന്ന സഭാ ശുശ്രൂഷകരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിനും പ്രിയമക്കൾക്ക് ആശംസ നേരുന്നതിനും ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുന്നു. ഷൈനി CSI രക്ഷാപുരി സഭയുടെ അംഗമാണ്. പേര് പോലെ തന്നെ എപ്പോഴും ഗ്ലിറ്ററിങ് ആണ്, എപ്പോഴും ഷൈനിങ് ആണ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് ഷൈനി. ദേവാലയത്തിൽ പലപ്പോഴും കഠിനമായ പ്രശ്നങ്ങളോടും സമ്മർദ്ദങ്ങളോടും കൂടെ വരുമ്പോൾ, പലരും വരുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഷൈനി എപ്പോഴും ഓൾവേസ് ഷൈനിങ്. അതുപോലെ അജിത്തിൻ്റെ പേരിൻ്റെ മീനിങ് നമുക്കറിയാം, നോട്ട് കോൺകറബിൾ. നമുക്ക് കോൺകർ ചെയ്യാൻ പറ്റില്ല, ജയിച്ചു, സക്സസ്ഫുൾ എന്നാണ്. ഈ ആലയത്തിലിരുന്ന ഒരു കുടുംബം ആകുമ്പോൾ നിങ്ങളുടെ പേരിന് ഇരട്ടി മീനിങ് ആണ് ലഭിക്കുന്നത്. അജിത്ത് ഷൈനിയോട് പഠിച്ചു വരുമ്പോൾ അജിത്ത് സക്സസ് ആകുന്നത് എങ്ങനെയാണ്? ഷൈനിങ് ഓൾവേസ് സക്സസ്, യുവർ സക്സസ്ഫുൾ ഷൈൻ ചെയ്യും, എപ്പോഴും ഷൈൻ ചെയ്യും. അതുപോലെ ഷൈനി എന്നത് എന്തായി മാറുന്നു? വിജയത്തിൻ്റെ ഷൈനിങ് ആയി മാറുന്നു. അതിന് നിങ്ങളുടെ കമ്മിറ്റഡായ പ്രാർത്ഥനയും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് ദൈവമുമ്പാകെ നിങ്ങൾ സ്വീകരിച്ച ഏറ്റുചൊല്ലിയ പ്രതിജ്ഞകൾ ജീവിതാന്ത്യം വരെ പരിപാലിക്കുക. നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ ഷൈനിങ്ങും കൂടുതൽ സക്സസും ലഭിക്കുന്നതിന് ഈ പ്രതിജ്ഞകൾ നിങ്ങൾക്ക് അതിന് ശക്തി പകരും. നമ്മുടെയൊക്കെ കുടുംബങ്ങളെക്കുറിച്ചും ഒന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ് ഈ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു ഓൾ സെയിൻസ് ഡേയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഗ്രേവ് യാർഡുകൾ കാണുന്നതിന് സമർപ്പിയിലേക്ക് എല്ലാവരും പോവുകയായിരുന്നു. ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ഒരു ശവകുടീരത്തിൻ്റെ മുമ്പിൽ നിന്ന് അലമുറയിട്ട് കരയുകയായിരുന്നു. കരയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും, വൈ ഡിഡ് യു ഡൈ? നീ എന്തിനു മരിച്ചു എന്ന് പറഞ്ഞ് നെഞ്ചിലടിച്ച് വിളിക്കുന്നത് ആൾക്കാർ കാണുകയുണ്ട്. ആൾക്കാർ ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, നീ മരിച്ചു പോയതാരാ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും പറയുന്നില്ല, വീണ്ടും നെഞ്ചിലടിച്ച് വിളിക്കുന്നുണ്ട്, വൈ ഡിഡ് യു ഡൈ? നീ എന്തിന് മരിച്ചു പോയി? നീ എന്തിനു മരിച്ചു? വീണ്ടും ആ പള്ളിയിലെ അച്ഛനോട് ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കല്ലറയെ നോക്കി അഗാധമായി നീ കരയുന്നുണ്ടല്ലോ, ഈ മരിച്ചു പോയത് നിന്റെ ആരാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ ഫസ്റ്റ് ഹസ്ബൻഡ്.
ആരാണ്? എൻ്റെ ഭാര്യയുടെ ഫസ്റ്റ് ഹസ്ബൻഡ്, അവരാണ് മരിച്ചത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അല്ലേ ലിവിങ് ടെൻഡൻസി, ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നാം ഏറ്റുചൊല്ലിയ പ്രതിജ്ഞകളൊക്കെ നമ്മെ സാരമായി നമുക്ക് ശക്തി പകർന്നിട്ടുണ്ടോ എന്ന് ധ്യാനിക്കേണ്ട സമയം കൂടിയാണ്. അതുകൊണ്ട് വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ചില സൂചനകളുണ്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് എങ്ങനെ ശക്തി തരാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അജിത്തും ഷൈനിയും കാര്യമായി എടുക്കേണ്ട 4 കാര്യങ്ങൾ ഓടിച്ച് ഞാൻ പറയുന്നു. അല്ലേ, അത് യു ഷുഡ് ബൈ ഹാറ്റ്. എപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് അത് കീപ്പ് ചെയ്യാൻ ഏറ്റവും സക്സസ് ഉണ്ടാവും. അല്ലെ, നിങ്ങൾക്ക് ഡിഫറൻ്റായി ഷൈൻ ചെയ്യുന്നതിനും സക്സസ് നേടുന്നതിനും സാധിക്കുക നിശ്ചയം. എല്ലാവർക്കും അറിയാവുന്ന 4 ചെറിയ സൂചനകൾ നൽകട്ടെ. ഒന്നാമത് വേദപുസ്തകത്തിലെ ഒരു ചെറിയ കോണ്ടക്സ്റ്റോടെ പരിചയപ്പെടുത്തിയിട്ട് 4 ആൾ ചുമന്നുകൊണ്ടൊരു പക്ഷപാതക്കാരനെ ഒരു വീട്ടിൽ കൊണ്ടുവന്നു. അല്ലെ, മേൽപ്പുര പൊളിച്ച് താഴെ ഇറക്കി. യേശു അവിടെയുണ്ട് എന്ന് എല്ലാവരും അറിയുന്നുണ്ട്. അല്ലെ, അതിനെക്കുറിച്ച് നമ്മുടെ കുടുംബങ്ങളോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന 4 സൂചനകൾ തന്ന ഞാൻ എൻ്റെ മെസ്സേജിന് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഒന്ന്, ആ കുടുംബം പേര് കേട്ടത്. അല്ലെ, ഏതിനാ പേര് കേട്ടത്? അല്ലെ, യേശുവിൻ്റെ പേരിൽ ശ്രുതിപ്പെട്ട ഭവനം. എന്താണ്? യേശുവിൻ്റെ പേരിൽ ശ്രുതിപ്പെട്ട ഭവനം. അല്ലെ, നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ പേരൊക്കെ ശ്രുതിപ്പെടുന്നത്, ഫേമസ് ആവുന്നത് ഏതിൻ്റെ പേരിലാണോ? അല്ലെ, നമ്മുടെ ഉദ്യോഗത്തിൻ്റെയോ നമ്മുടെ വലിയ മതിലുകളോ വലിയ വലിയ കെട്ടിടങ്ങളുടെയോ പേരിലാണോ നമ്മുടെ ഭവനങ്ങൾ ശ്രുതിപ്പെടുന്നത്? അതുകൊണ്ട് കാര്യമായെടുക്കുക. യേശുവിൻ പ്രതി നമ്മുടെ കുടുംബങ്ങൾ ശ്രുതിപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വയ്ക്കുക. നിങ്ങളുടെ ഭവനം, നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഭവനം ഏതിൻ്റെ പേരിൽ ശ്രുതിപ്പെടണം? നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ നിങ്ങളുടെ പ്രൊഫഷൻ്റെയോ പേരിലല്ല ശ്രുതിപ്പെടേണ്ടത്, കർത്താവിൻ്റെ പേരിൽ ശ്രുതിപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു വിവാഹ ശുശ്രൂഷ നടത്തി. അതിനുശേഷം ആ വീട്ടിൽ എന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നെ അവരുടെ വിവാഹ വാർഷികത്തിൻ്റെ 1ാം വാർഷികം ആഘോഷിക്കുന്നതിന് വിളിച്ചു. അവരൊരു ഗിഫ്റ്റ് കൂടി പണിതിട്ടുണ്ട്. അവരൊരു നല്ല വീട് പണിത് വെച്ചിട്ടുണ്ട്. ആ വീട്ടിനകത്ത് അതിൻ്റെ ഹൗസ് വാമിങ്ങിന് കയറുന്ന സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ഷോക്കേസൊക്കെ നോക്കുമ്പോൾ ക്രിസ്റ്റൽ രൂപങ്ങളുടെ ഒരു വലിയ ശ്രേണി തന്നെ അതിനകത്തുണ്ട്. പക്ഷേ അവരുടെ കയ്യിലെടുക്കാൻ ഒരു പാട്ടുപുസ്തകമോ ഒരു ബൈബിളോ ഇല്ല. അല്ലേ, അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന വചനം നിങ്ങൾ വായിച്ച് ആ വചനത്തിൻ പ്രതി ജീവിതത്തെ ശ്രുതിപ്പെടുത്തുവാൻ, ഫേമസ് ആക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭവനങ്ങളൊക്കെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനങ്ങളും കർത്താവിൻ്റെ പേരിൽ ശ്രുതിപ്പെടുമ്പോഴാണ് നല്ല ഭവനങ്ങൾ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുന്നത്. രണ്ടാമത് ഈ ഭവനം നമ്മെ പഠിപ്പിക്കുന്ന 2ാമത്തെ വസ്തുതയുണ്ട്. അത് ഇതാണ്, എ വേർഡ് ഓറിയന്റഡ് ഫാമിലി. വചനാധിഷ്ഠിതമായി ട്രാൻസ്ഫോംഡായ, രൂപാന്തരപ്പെട്ട, ജീവിച്ച ഒരു ഭവനമാണ് 4 ആൾ ചുമന്നുകൊണ്ട് ഒരു പക്ഷപാതക്കാരനെ ആ വീട്ടിൽ ഇറക്കി വയ്ക്കുന്നത്. ആ വീട്ടിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? യേശുവിൻ്റെ വചനങ്ങളാണ് ആ ഭവനത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ ജീവിതം, ആ ഭവനത്തിൻ്റെ ജീവിതം ബിക്കം സോ ഈസി. ഈ എല്ലാം ഈസിയായി മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഭവനത്തിനകത്ത് ഡിസ്കസ് ചെയ്തത് ഏതാണ്? ദൈവത്തിൻ്റെ വചനമാണ് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് പ്രാർത്ഥനയും നിങ്ങളുടെ ഭവനത്തിലുണ്ടാകണം. അജിത്തിൻ്റെയും ഷൈനിയുടെയും ജീവിതത്തിലുണ്ടാകണം. വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കണം. അപ്പോഴാണ് ഡിഫറൻ്റായ ഫാമിലി ആകുവാൻ നമുക്ക് കഴിയുന്നത്. അല്ലാതെ വചനം വായിക്കാതെ റേഷൻ കാർഡ് സൂക്ഷിക്കേണ്ടതല്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് എല്ലാ ദിവസവും അജിത്തും ഷൈനിയും എന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കണം. അത് നിങ്ങളെ തളർത്തിക്കളയില്ല, നിങ്ങളെ വളർത്തും. ശ്രുതിപ്പെട്ട ഭവനങ്ങളായി മാറ്റുവാൻ ദൈവം നിങ്ങൾക്ക് സഹായം നൽകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ഭവനങ്ങളിൽ എന്തുണ്ടാകണം? അല്ലെ? വചന വായന ഉണ്ടാകണം. മൂന്നാമത് അല്ലെ, ആ ഭവനത്തിന് മൂന്നാമത് ലഭിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. അല്ലെ? എ ഫാമിലി that is experiencing healing, അല്ലെ? സൗഖ്യം അനുഭവിക്കുന്ന ഒരു ഫാമിലിയായി മാറി. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ യേശുവിലൂടെയുള്ള നിരന്തരമായ സൗഖ്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? എങ്കിൽ എന്ത് വേണം? ഷൈനിയോടും അജിത്തിനോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശ്രുതിപ്പെട്ട ഭവനവും വേദപുസ്തക വായനയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാകുമ്പോൾ സൗഖ്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭവനങ്ങളെ തേടി വരും. അല്ലെ? പലപ്പോഴും നമ്മുടെയൊക്കെ ഇന്നത്തെ സംസ്കാരത്തിൽ നമ്മുടെ കുടുംബങ്ങളുടെ ശിഥിലീകരണത്തിന് കാരണമാകുന്നത് സൗഖ്യമല്ലാത്ത ഇരിപ്പിടങ്ങളായി, സ്പേസുകളായി നമ്മുടെ ഭവനങ്ങൾ മാറിപ്പോകുന്നതിനുള്ള കാരണം നമ്മുടെ ഭവനത്തിനകത്ത് യേശുവില്ല എന്നുള്ളതാണ്. അല്ലെ? റഫറിയായി യേശുവില്ല എന്നുള്ളതാണ്. ഏത് ഭവനത്തെ എടുത്തിരുന്നാലും അല്ലെ ഉണ്ട്, അല്ലെ, കോൺഫ്ലിക്റ്റുകളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ ഒരു റഫറി ഇല്ലാതെ പോകുന്നു എന്നതാണ് അല്ലെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളും ഇൻ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. യേശുവിനോടുകൂടെയുള്ള നിങ്ങളുടെ കവനൻ്റായിട്ട് ഉടമ്പടിയാണ് സാക്ഷാത്കരിച്ചത്. എന്തുകൊണ്ടെന്നാൽ യേശു നിങ്ങൾക്ക് റഫറിയായുണ്ട്. റഫറിയായുണ്ട്. നിങ്ങളുടെ സംസ്കാരങ്ങളിൽ നിങ്ങളുടെ ആചാരങ്ങൾ രസപ്പെടുത്തുവാൻ പോകുന്ന ഒരു റഫറി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കവനന്റ് ഏറ്റുപറഞ്ഞതിലൂടെ ആ റഫറിയെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഉണ്ട് കുടുംബങ്ങളിൽ, അല്ലെ? ആരുണ്ട്? റഫറിയെ ഉണ്ട്. അല്ലെ? റഫറിയെ മാറ്റി നിർത്തി നമ്മളുടെ ഭവനങ്ങളിൽ എന്ത് നടക്കുന്നു? അല്ലെ? കളി നടക്കുന്നു, സംഘർഷം നടക്കുന്നു. നിയന്ത്രിക്കാൻ ആരുമില്ലാതെയാവും, റഫറി ഇല്ലാതെയാവുന്നു. അതുകൊണ്ട് റഫറിയായി നിങ്ങൾക്ക് ക്രിസ്തുവിനെ നൽകപ്പെടുന്നു. അല്ലെ? എപ്പോഴും അത് കീപ്പ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സംഘർഷങ്ങൾ, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പോകുന്ന റഫറി ഇതാ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് ഉടമ്പടിയിലൂടെ നിങ്ങൾക്ക് അത് ചേർത്ത് നൽകുന്നുണ്ട്. അല്ലെ? ലാസ്റ്റ്ലി ആൻഡ് ഫൈനലി അല്ലെ, ഈ കുടുംബം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ലവ് നെറ്റ്വർക്കിംഗ് അല്ലെ സിസ്റ്റം ആ ഫാമിലിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെ? ലവ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം. ആ കുടുംബത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. യേശു കയറി ചെന്ന ആ ഭവനത്തിൽ അല്ലെ മാതാവും പിതാവും മക്കളും ഒക്കെ ഉണ്ട്. ബിഗിൻ ചെയ്യുന്നത് ആരംഭിക്കുന്നുണ്ട്. സ്നേഹത്തിലാണ് അത് ആരംഭിക്കുന്നത്. അല്ലെ? ഷൈനിയും അതുപോലെ അജിത്തും തമ്മിലുള്ള സ്നേഹം അല്ലെ അത് ഒരു നെറ്റ്വർക്കിംഗ് ആയി മാറിപ്പോകും. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട് അല്ലെ? അപ്പോൾ ഇതെല്ലാം എന്തായി മാറുന്നു? സ്നേഹം നെറ്റ്വർക്കിംഗ് ആയി മാറുന്നുണ്ട്. അത് സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നുണ്ട്. അല്ലെ? ആ നെറ്റ്വർക്കിങ്ങിൽ നിങ്ങളിപ്പോൾ അവകാശികളായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹം, നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന സ്നേഹം അത് ഇരുഭവനങ്ങളിലേക്ക് മാറുന്നു. അവരുടെ ബന്ധുക്കൾ നിങ്ങളുടെ സ്നേഹിതരും ബന്ധുക്കളുമായി മാറുന്നു. അല്ലെ? മാരേജ് നമുക്ക് ഓഫർ ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണ് അത്. അല്ലെ? മേക്കിംഗ് ഏതോ അല്ലെ ലവ് നെറ്റ്വർക്കിംഗ് സിസ്റ്റം ആരംഭിക്കുന്നത്. അതിന് ദൈവം നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹവും നൽകിയിട്ടുണ്ട്. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെ? റാഗിങ് ഒന്നുമല്ല കേട്ടോ. എപ്പോഴും അതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുന്ന നിങ്ങളുടെ കുടുംബം, ഭവനം എങ്ങനെ കീർത്തിക്കപ്പെടണം? അല്ലെ? നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ കൊണ്ടോ പ്രൊഫഷൻ കൊണ്ടോ ഒന്നുമല്ല. ക്രിസ്തുവിൻ പ്രതി കീർത്തിക്കപ്പെട്ട, കർത്താവിൻ പ്രതി കീർത്തിക്കപ്പെട്ട ഭവനങ്ങളാവണം. അല്ലെ? രണ്ടാമത് ഞാൻ പറഞ്ഞത് തേർഡ് ഓറിയന്റഡ് ഫാമിലി. അല്ലെ? ഏതാകണം? വചനാധിഷ്ഠിതമായ കുടുംബമാകണം. മൂന്നാമത് പറഞ്ഞത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യണം? ഹീലിംഗ് എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലെ? പ്രോബ്ലംസ് വരുമ്പോഴും ഹീലിംഗ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയണം. നാലാമത് ഞാൻ പറഞ്ഞത് അല്ലെ ഒരു സ്നേഹത്തിൻ്റെ സ്പാർക്ക് നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നുള്ളൂ. അല്ലെ? അത് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെ നെറ്റ്വർക്കിംഗ് ആയി മാറും. അതിൽ നിങ്ങളൊരു കണ്ണിയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കിപ്പോൾ ഉണ്ടാക്കണം. അല്ലെ? അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി വളരുവാൻ ദൈവം നിങ്ങൾക്ക് സഹായം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷസും, എല്ലാ ഹാപ്പി വിഷസും
രക്ഷാവരി സഭയുടെ പേരിൽ നിങ്ങൾക്ക് നേരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി നിങ്ങൾ മാറട്ടെ. അതിന് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും നിങ്ങളോടുകൂടെ ഉണ്ടാവും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിനായിട്ട് തലകൾ ഉണക്കി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധന ക്രമത്തിന്റെ അവസാനത്തെ പുറം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മനസ്സിലായേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദാസനെയും ദാസിയെയും രക്ഷിക്കണമേ. ഇവരുടെ ആശ്രയിക്കണമല്ലോ. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇവർക്ക് സഹായം ചെയ്യണമേ. എപ്പോഴും കാത്തുകൊള്ളണമേ. കർത്താവേ, ഇവർക്ക് ബലമുള്ള ഗോപുരമായിരിക്കണമേ. ശത്രുക്കളുടെ മുഖത്ത് തന്നെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥന തുടരാം. സർവശക്തനും നിത്യനുമായ പിതാവേ, അങ്ങ് മനുഷ്യവർഗത്തിന് വിവാഹത്തിന് വിശുദ്ധാവസ്ഥ നിയമിച്ചു കൊടുക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ അതിനെ ശുദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഭർത്താവും ഭാര്യയുമായി ഇപ്പോൾ ചേർക്കപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ദാസരായ അജിത്, ഷൈനി എന്നിവരുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം പകരണമേ. തമ്മിന്റെ മേൽ ഭാരങ്ങളെ ചുമന്നുകൊണ്ടും അന്യോന്യം സന്തോഷം പങ്കിട്ടുകൊണ്ടും ഒരുമിച്ച് തങ്ങളുടെ കുടുംബത്തിന്റെ കടമകൾ നിർവഹിച്ചുകൊണ്ടും സ്നേഹത്തിനും തിരുവചനത്തിനും അനുസരണമായും ജീവപര്യന്തം പരസ്പരം വിശ്വസ്തരായിരിക്കാൻ അങ്ങിവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഈ അവസരം ഗായക സംഘം മംഗളഗാനങ്ങൾ ആലപിക്കും. അപ്പോൾ വധുവരന്മാരും സാക്ഷികളും വിവാഹപത്രത്തിൽ ഒപ്പിടും. തുടർന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ ആദ്യത്തെ സ്തോത്ര കാണിക്ക ഷൈനിയും അജിത്തും അർപ്പിക്കുന്നതായിരിക്കും. Vida,
പുതുമലരായി സ്നേഹത്തിൽ പുതിയൊരു ഉത്തമ കന്യക പണവട്ടി സഭയിൽ പുതുമലരായി. എല്ലാ ആൾക്കാരും അത് സന്ധിരിക്കുക. 12 ആരാധനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരണം എന്നതാണ് താല്പര്യം. ഈ അവസരത്തിൽ വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിക്കുവാനായിട്ട് 4ാം സഭയിലെ അധ്യക്ഷനെ ക്ഷണിക്കുന്നു. സഭാ സെക്രട്ടറി. താങ്ക് യു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഈ സഭയുടെ അധ്യക്ഷനും ഡിസ്ട്രിക്ട് അധ്യക്ഷനുമായിരിക്കുന്ന റവറൻ വെൽബർട്ട് ജോൺ അച്ഛൻ, 4ാം സെന്റ് പീറ്റർ CSI സഭയുടെ അധ്യക്ഷൻ റവറൻ KP സുരേഷ് കുമാർ അച്ഛൻ, വേദിയിലായിരിക്കുന്ന പ്രിയ സഭാ ശുശ്രൂഷകരെ, വധൂവരന്മാരുടെ കുടുംബാംഗങ്ങളെ, കൊയരംഗങ്ങളെ, മറ്റു പ്രിയപ്പെട്ടവരെ, സഭാവിശ്വാസികളെ, എൻ്റെ കർത്തവ്യം നവദമ്പതിമാർക്ക് ആശംസ അർപ്പിക്കുക എന്നതാണ്. ശ്രീ അജിത് ഭവൻ സെന്റ് പീറ്റർ CSI സഭയുടെ സജീവ അംഗമാണ്. എല്ലാ ആരാധനകളിലും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ പങ്കെടുത്തു വരുന്നു. സഭയുടെ എല്ലാ കാര്യങ്ങളിലും, ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും പ്രിയമകൻ വളരെ സന്തോഷത്തോടെ പങ്കെടുത്തു വരുന്നു. ബാലജന സഖ്യം മുതൽ സംഘടനയിലൂടെ വളർന്നു വന്ന ഒരു മകനാണ് ശ്രീ അജിത്. അതുപോലെ അജിത്തിന്റെ കുടുംബമായാലും ശ്രീ രാജനും കുടുംബവും കുടുംബമായി സഭയിലെ എല്ലാ ആരാധനകളിലും പങ്കെടുത്തു വരുന്നു. അവരും ആത്മീകമായും ഭൗതികമായും സഭയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷത്തോടെ വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തു വരുന്നു. അതുപോലെ ആണ് ഷൈനിയുടെ കുടുംബവും എന്ന് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഷൈനിയെ സെന്റ് പീറ്റേഴ്സ് സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പേരിലുള്ള സഭാ കമ്മിറ്റിയുടെ പേരിലുമുള്ള വിവാഹ മംഗള ആശംസകൾ നേരുന്നു. സെന്റ് പീറ്റേഴ്സ് CSI സഭയുടെ പേരിൽ നൽകുന്ന ചെറിയൊരു ഉപകാരം സഭാ അധ്യക്ഷനിൽ നിന്ന് സ്വീകരിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. അച്ഛൻ പ്രസംഗത്തിലൂടെ അറിയിച്ചു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച അജിത്, ഷൈനി എന്നിവർക്കും കണ്ണമ്പുല CSI സഭയുടെയും കണ്ണമ്പുല ഡിസ്ട്രിക്ട് സഭകളുടെയും സർവ്വതമായ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് അർപ്പിക്കട്ടെ. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും ഈ അവസരത്ത് നേരുന്നു. ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം പങ്കെടുത്ത ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകാല ഇരു കുടുംബങ്ങളുടെ പേരിലും നന്ദി അർപ്പിക്കട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചത് കണ്ണമ്പുല CSI സഭയുടെ ഗായക സംഘമാണ്. ഗായക സംഘങ്ങളെ പ്രത്യേകാല അഭിനന്ദിക്കുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഓർക്കുന്നു. 2 സഭയുടെയും സഭാ കമ്മിറ്റി അംഗങ്ങളും സെക്രട്ടറിമാരും എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ഏവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാം. നാത്രയത്തിൽ ഒരു ഭൗമിക ഭവനത്തിലെ ജീവിതത്തിൽ പങ്കാളിയായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായെ, അങ്ങയുടെ ദാസരുടെ ഭവനത്തിൽ അങ്ങ് കർത്താവ് രാജാവുമായി വാഴണമേ. അങ്ങ് മനുഷ്യരെ സൃഷ്ടിച്ചതുപോലെ ഇവരും മറ്റുള്ളവരെ സൃഷ്ടിക്കുവാൻ വരം നൽകണമേ. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരുടെ മധ്യത്തിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അങ്ങയുടെ രക്ഷണീയ സ്നേഹത്തെ സാക്ഷിക്കുവാൻ അങ്ങ് ഇവർക്ക് കൃപ നൽകണമേ. അങ്ങയുടെ വിശുദ്ധനാമത്തിന്റെ പുകഴ്ചയ്ക്കായി ഇത് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടി എന്നും ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. രൂപം കൊടുക്കുന്നത് അവിടെ നിന്നാവുന്നുവല്ലോ. ഷൈനിയുടെയും അജിത്തിൻ്റെയും മേൽ അവിടുന്ന് കൃപ പകരണമേ. ഉത്തരവാദിത്വമുള്ള കുടുംബജീവിതം നയിക്കാൻ അവരെ സഹായിക്കണമേ. സന്താന ഭാഗ്യം നൽകി അവരെ ആശീർവദിക്കുകയും അങ്ങയെക്കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും ശുശ്രൂഷയിലും ഇവർ വളരുവാനുള്ള ജ്ഞാനം നൽകുകയും ചെയ്യണമേ. ഇന്ന് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ച വിവാഹിതരായ എല്ലാവർക്കും
അവരവരുടെ വിവാഹത്തിൻ്റെ പ്രതിജ്ഞകൾ പുതുക്കാൻ ജ്ഞാനം അവിടുന്ന് നൽകണമേ കർത്താവേ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും മാതാപിതാക്കൾക്കും അന്യോന്യമുള്ള സ്നേഹത്തിൽ വളരാനും ദൈവരാജ്യത്തിൻ്റെ അടയാളമായി പരസ്പരം ശുശ്രൂഷിക്കാനുമുള്ള കൃപ അവിടുന്ന് പകരണമേ. അവിടുത്തെ കൂട്ടായ്മയിൽ ഒന്നായി ചേർക്കപ്പെട്ട എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ച് സമാധാനത്തിൻ്റെയും നീതിയുടെയും സാക്ഷ്യവർത്തനത്തിന് ഉപകരണങ്ങളായിരിക്കാൻ എല്ലാവർക്കും കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ആമേൻ. സർവശക്തനായ കർത്താവേ, നിത്യദൈവമേ, അങ്ങയുടെ മഹാശക്തിയുടെ സംരക്ഷണ കൊണ്ട് ഞങ്ങളിവിടെയും എന്നേക്കും ശരീരത്തിനും ആത്മാവിലും പാലിക്കപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും അങ്ങയുടെ പ്രമാണങ്ങളുടെ വഴികളിലും അങ്ങയുടെ കൽപ്പനകൾക്ക് ചേർന്ന ക്രിയകളിലും നടത്തി ശുദ്ധീകരിച്ച് ഭരിപ്പാൻ ഇഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം സ്വീകരിപ്പിൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മെല്ലാവരോടും വിശാൽ പുതു ജീവിതത്തിലെ പ്രവേശിച്ച അജിത്, ഷൈനി എന്നിവരുടെ പേരും അവരുടെ മകനീയമായ കൃപ കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. സന്തോഷിപ്പാൻ വിശ്വകർദിവജ്യോതി വശിഹായി മാനവാളനെ മഹത്വരാജനെ ആശീർവാദം ജോലിയുകേ. അവസാനിച്ചിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി. പ്രത്യേക പ്രിയമക്കളുടെ കുടുംബത്തിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തൊട്ടടുത്ത ഹാളിൽ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ദയവായി എല്ലാവരും ആ ഭക്ഷണത്തിൽ പങ്കുചേരുക. താങ്ക് യു. All my friends talk about the night we met. Can't remember what I said, but I bet it wasn't cool. I was close to death with you in that perfect dress, knowing that it's hard or head and breaking all the rules. Just like don't fall in love before I know your name, holding out hoping that you feel the same. No, I've never been one for sounding cliche, but it's true. All I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. So all I do is think about no regrets, not even the nights we spent finding out what patience meant. Holding up a mirror to myself, learning to reflect, because love like this doesn't come round all the time. And letting you get away would be a crime, 'cause half of your heart makes a whole lot of this heart of mine. Ooh, all I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. So all I do is think about you. All I do is think about you. All I do is think about how long
can't remember what I said, but it worked out beautiful. All I do is think about you. All I do is think about you. All I do is think about how your leap of faith made me put all my faith in you. So all I do is think about you. All I do is think about you. All I do is think about how long I can wait until I get to say I do. So all I do is think about you. ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശു പറ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പറ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ, സന്താപമോടെ സ്തുതി പാടിടുന്നേ. ദൈവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. സന്തോഷത്തിന്റെ അടയാളമായി നന്മയ്ക്കായി പ്രാർത്ഥന കൃപയോടെ കൈക്കൊള്ളണമേ പിതാവേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വെൺമേഘം മെല്ലെ പൊഴിയുമോ, മഴവില്ലിൽ മോഹം മിന്നുമ്പോൾ, മെയ്യാകെ മൂടും നനവായി പെയ്യുന്നിതാരോ താനേ. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ, ഒന്നാവാൻ തോന്നുകയോ? തേൻ തുള്ളി തൂവും നിമിഷമേ, മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ? മഴപ്പന്തലിന് താഴെ വാ, ഇടനെഞ്ചിലൊരു താളം താ, മനസ്സറിയാ കാലം കണ്ണാടിയായി മുന്നാടി മോഹങ്ങളൊന്നാകെ പെയ്യുന്നു പുതുനിറമായി. നീ തെന്നി തെന്നി ഒഴുകവേ, കുളിരുള്ളിനുള്ളിൽ നിറയവേ, ഒന്നാവാൻ തോന്നുകയോ? നിമിഷമേ, മതി മറന്നിനി വഴി ജന്മങ്ങൾ ചേരുകയോ?
സഹായ ആകാശത്തെ ഭൂമിയിലുണ്ടാക്കിയ എന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്റെ കാക്കുന്നത് മയങ്ങിയുമില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങിയുമില്ല, ഉറങ്ങിയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിൽ രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവന് ദോഷവും തക്ക നിരത്തി ആഗമനത്തെ ഇന്നും എന്നേക്കും പരിപാലിക്കും. തലമുറയായി നിങ്ങളുടെ സങ്കേതമായിരിക്കുവാൻ ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും ചേരുവാൻ കാരണമായിരിക്കുന്നവരാണ്. ഇവിടുത്തെ സന്നിധികളായി ഈ ഭൂമിയിൽ ഒരു കുടുംബം കൂടെ രൂപപ്പെടുന്നതിന് സഹായിച്ച വലിയ ദൈവനായി നിങ്ങളുടെ സ്തോത്രം. രാജ്യത്തിനായും സൈനികനായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ വെച്ച് കൈക്കൊണ്ട അസംഭവങ്ങൾ ജീവിതാന്ത്യം വരെ പരിപാലിച്ച വിശ്വസ്തയോടെ കുടുംബജീവിതം നയിക്കുന്നതിന് നീ സഹായിക്കണം. ദൈവമായ കർത്താവേ, ഇന്നത്തെ വിവാഹ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാ മക്കളെയും ഞങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്നു. അന്തരീക്ഷമെല്ലാം അനുകൂലമാക്കി നൽകി ശുശ്രൂഷയെ വാഴ്ത്തി അനുഗ്രഹിച്ചതിനായി നന്ദി കർത്താവേ. ഇരു കുടുംബങ്ങളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മക്കളുടെ മടക്ക യാത്രയുള്ള ഒരു സാന്നിധ്യം നൽകുകയും ചെയ്യണമേ. അവനായിലെ കല്യാണത്തെ സാന്നിധ്യം അനുഗ്രഹിച്ചതിൻ്റെ സാന്നിധ്യം വിവാഹ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. രണ്ട് മക്കളെയും അവിടുന്ന് കർത്താവെ അലിവോടെ കാക്കണമേ. കർത്താവെ, കുടുംബത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നതിന് ഈ മക്കളെ അവിടുന്ന് സജ്ജരാക്കണമേ. കർത്താവെ, സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ആയിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. തിരുമുമ്പിലേക്ക് പ്രിയ മക്കളെ അനുഗ്രഹത്തിനായി സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനാ കൃപയോടെ കൈക്കൊള്ളണം. പിതാവേ, അവേ പിതാപുത്ര പരിശുദ്ധാത്മാവാം പ്രിയ ദൈവത്തിന് അനുഗ്രഹം ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോടും പ്രത്യേകിച്ച് രാജ്യത്തിനോടും ശൈലിയോടും അവരാരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം ഇന്നും അനേക കാലാവസ്ഥ ഉണ്ടാകുന്നതായിരിക്കുമാറാകട്ടെ. നിലവേ നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ. 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ. നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ. നിലവിലഴകേ താരമരികെ വിരിയും ചിരിയെ പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ. പുലരാൻ കാത്തു കഴിയും നിന്നെ ഒന്ന് കാണാനായി. ദൂരെ ഇരുളിൽ മഞ്ഞു കനവിൽ എന്നെ തേടിയില്ലേ നീ. നിന്നോരോ വാക്കിലും നീളും നോക്കിലും പൂന്തേൻ തുള്ളികൾ നിറയെ പൊഴിയേ. എന്തേ ഇങ്ങനെ മായാജാലമോ എന്നെ തന്നെ ഞാനെവിടെ മറന്നോ.
മനസ്സിൽ വെറുതെ இவளோடு நடந்தேனா இந்த மாயத்தில் நானும் விழுந்தேனா உயிரே உயிரே உறையும் உயிரே இனிமேல் நீதானா உயிரே உயிரே உறையும் உயிரே இனிமேல் நீதானா
ചിരിമലരുകളെ വിരിഞ്ഞോ ചൊടികളിലഴകായി നിറഞ്ഞോ മധുകണമതിലായി മനം പോലെ ചിരിമലരുകളെ വിരിഞ്ഞോ ചൊടികളിലഴകായി നിറഞ്ഞോ മധുകണമതിലായി മനം പോലെ പുതുപുലരൊളി പൂക്കുകയായി വിഴികളിൽ നിറം തൂകിടുവാൻ മഴവിൽ മുകിലോടം വരവായി അരുമൊഴികളിൽ തേൻമഴയായി ചിറകുകളിനി നീർത്തുയരെ കനവേ തളരാതെ അലയാ ചിരിമലരുകളെ വിരിഞ്ഞോ ചുടികളിലഴകായി നിറഞ്ഞോ മധുകണമതിലായി മനം പോലെ ഊഞ്ഞാലിൻ കളിമേളങ്ങളോടെ പോരുന്നേ പൊന്നോണവും പൂനുള്ളാൻ പൊലി പാടുന്നു കൂടെ ചേലോലും പൂത്തുമ്പികൾ ഒരു വെൺതൂവൽ തേനിലായി വഴി തേടും നേരം വരവേൽക്കാനായി കാലമേ ഒരുങ്ങുക നീ ചിരിമലരുകളെ വിരിഞ്ഞോ ചുടികളിലഴകായി നിറഞ്ഞോ മധുകണമതിലായി മനം പോലെ പുതുപുലരൊളി പൂക്കുകയായി വിഴികളിൽ നിറം തൂകിടുവാൻ മഴവിൽ മുകിലോടം വരവായി അരുമൊഴികളിൽ തേൻമഴയായി ചിറകുകളിനി നീർത്തുയരെ കനവേ തളരാതെ അലയാ
തോന്നലായി. കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു. പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി. കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. മിന്നൽ വള കയ്യിൽ ഇട്ട പെണ്ണഴകേ, എത്തിത്തൊടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. ഈറൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിടം കാറ്റ്. കണ്ണാടി പുഴയിലെ